ഇനി പാലക്കാട് നിന്നും ഹൈറേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മഴ കനത്തതോടെ വലിയ ദുരിതത്തിലാണ് ഹൈറേഞ്ചിലെ ജനങ്ങൾ. കുമളിയിൽ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയതോടെ പെരിയാറിന്റെ തീരത്തുള്ള വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം. പകൽ മഴ മാറി നിൽക്കുന്നുവെങ്കിലും രാത്രിയോടെ മഴ ശക്തമാകും എന്നതാണ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയാകുന്നത്. ഇന്നലെ കൂട്ടാറിൽ ഒഴുക്കിൽപ്പെട്ട ട്രാവലർ അതിനിടെ ഇന്ന് കണ്ടെത്തി. ട്രാവലർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മഴ അത് കൂടുതലായി പെയ്യുന്നത് രാത്രി സമയത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. പകൽ സമയത്ത് വളരെ ശാന്തമായ സ്ഥലങ്ങളിൽ പോലും രാത്രി വലിയ കുത്തൊഴുക്കുണ്ടാകുന്നു. അതൊക്കെയാണ് വലിയ ആശങ്കയായി മാറുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? പ്രത്യേകിച്ചും ഈ വൃഷ്ടി പ്രദേശങ്ങളിൽ, അണക്കെട്ടിന്റെയൊക്കെ വൃഷ്ടി പ്രദേശങ്ങളിൽ കാടിനകത്തൊക്കെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് മണിക്കൂറുകളായി എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ടല്ലോ. പ്രജിൻ, നിലവിൽ എന്തായാലും മഴ മാറി നിൽക്കുകയാണ്. തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്ന വിധത്തിലല്ല ആ കാലാവസ്ഥ എന്നുള്ളതാണ് നിലവിൽ പറയാനുള്ളത്. പക്ഷേ രാത്രിയിൽ എങ്ങനെയായിരിക്കുമെന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. അതിശക്തമായ മഴ പെയ്തു. അതിന് പിന്നാലെ വലിയ വെള്ളക്കെട്ടുകളുണ്ടായി, വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. മാത്രമല്ല വലിയ തരത്തിൽ പ്രതിസന്ധിയിലേക്ക് ജനങ്ങൾ പോകുന്ന ആ ഘട്ടം വരെ എത്തിയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം വെള്ളം കയറി, വെള്ളം ഇറങ്ങിയതിനു ശേഷം ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ വീടിനകത്തേക്ക് എത്തിക്കുന്നു. അതിനുശേഷം പിന്നെ അന്ന് രാത്രിയിൽ തന്നെ പെയ്ത മഴ അതേ രീതിയിൽ തന്നെ സാധനങ്ങളുമായി പുറത്തേക്ക് സുരക്ഷിത സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥ നാട്ടുകാർക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുന്നു. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്താണെങ്കിലും ആ മഴ മാറി നിൽക്കുകയാണ്. ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് 14,000 ഘനയടിയായി ഒരു സെക്കൻഡിൽ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പെരിയാറിലേക്ക് ഒഴുക്കുന്ന വെള്ളം 9,000 ഘനയടിയോളം തന്നെ തുടരുകയുമാണ്. രാവിലെയൊക്കെ നമ്മൾ കണ്ടതാണ് 10,000-ഓളം ഘനയടി വെള്ളം പെരിയാറിലേക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീരത്തുള്ള ആറ്റോരം, അതുപോലെ തന്നെ മഞ്ചുവയൽ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ചില വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ആ വീടുകളിൽ കയറിയ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥയില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ വീണ്ടും മഴ പെയ്യുകയോ അല്ലെങ്കിൽ ഈ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂടും. അങ്ങനെയെങ്കിൽ വീണ്ടും സമാനമായ സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ട്. ജില്ലാ ഭരണകൂടം കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ക്യാമ്പ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ക്യാമ്പുകളിലേക്ക് പോകാം. അല്ലാത്ത പക്ഷം സുരക്ഷിത സ്ഥാനത്തേക്ക് ബന്ധുവീടുകളിലേക്കോ മറ്റോ മാറാം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അത് പാലിക്കുന്നുമുണ്ട് ആളുകൾ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. നിലവിൽ എന്തായാലും മഴ മാറി നിൽക്കുന്നു. അത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇന്നലത്തെ ഒരു അവസ്ഥ ഉണ്ടായില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. സമാനമായ രീതിയിൽ ഇന്നലെ ഉണ്ടായതിന് സമാനമായ രീതിയിൽ ഇന്നും മഴ പെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ വെള്ളത്തിന്റെ ഒക്കെ അളവ് പുഴയിലെ പെരിയാറിലേക്ക് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നേനെ. ആ ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല. ഇന്നലെ ഈ കല്ലാറിൽ ഈ കൂട്ടാർ ഒഴുകിപ്പോയ ആ ട്രാവലറിന്റെ അവശിഷ്ടമാണ് ഇന്ന് കണ്ടെത്തുകയും ചെയ്തത്. അത് കരക്കടുപ്പിക്കുകയും ചെയ്ത ആ ട്രാവലർ പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അതാണ് ഇടുക്കിയിലെ സാഹചര്യം. മഴ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട് എന്നത് ആശ്വാസമാണെങ്കിലും രാത്രി ശക്തമായ മഴ പെയ്യുമോ എന്ന ചെറിയ ആശങ്കയും അവിടെ ഉണ്ട് എന്നാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നൽകിയ ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്തായാലും മഴ കനത്ത് തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടാകും എന്ന കാലാവസ്ഥാ പ്രവചനം അത് ഓർമ്മയിലിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.